ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെമ്മീൻ ഗീ റോസ്റ്റാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം ചെമ്മീനാണ്. നമുക്ക് ഇതിനു വേണ്ടി ആദ്യം ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു 5-8 കാശ്മീരി ചില്ലിയും ഒരു 5 to 6 കാഷ്യൂവും ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്താൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ള സ്പൈസസുകൾ. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫുൾ ഡീറ്റെയിൽസ്. നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനു വേണ്ടി മഞ്ഞളും ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വേറെ സ്പൈസസ് ഒന്നും ചെമ്മീനിലേക്ക് ചേർക്കുന്നില്ല, ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മാത്രം. ഇത് നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സ്പൈസസുകൾ ഒന്ന് വറുത്തെടുക്കാം. ഈ ഡ്രൈ സ്പൈസസുകളൊക്കെ നമ്മളൊന്ന് ഏതാണ്ട് ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി, ഒരു ലോ ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കാശ്മീരി ചില്ലിയും കാഷ്യൂവും ഒരു മിക്സിൻ്റെ ഗ്രൈൻഡറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതിൽ 4-5 ക്ലോ ഗാർലിക്കും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും പുളിയുടെ വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. ഇതേ അരിപ്പിൽ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ സ്പൈസസും കൂടി ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് ഗീ ആഡ് ചെയ്യുക. 2 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം മിക്സിൻ്റെ സെയിം ജാറിൽ തന്നെ. പിന്നെ നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം ജാഗിരി അല്ലെങ്കിൽ ചക്കര ചേർക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി കുറുകി വരണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് 2 സൈഡും മാറി മാറി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സെയിം ടൈം നമ്മുടെ ഇതിൽ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. നമ്മളെ ചെമ്മീനൊക്കെ ഏതാണ്ട് 10 മിനിറ്റ്സിന് ശേഷം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ആ ഗീ അടക്കം നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർക്കാം. ഗീ ഒന്നും മിസ്സാക്കരുത്, കളയരുത്. അങ്ങനെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിൽ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സോളം നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാനൊരു ചെറുനാരങ്ങയുടെ നീര് ഫുള്ള് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ ഗീ റോസ്റ്റ് റെഡി. നമുക്ക് ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഞാൻ നമ്മളെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.